വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു ഓൾ. എൻ്റെ ലാസ്റ്റ് വീഡിയോ 3 ദിവസത്തിനുള്ളിൽ 100 വ്യൂസിന് മേലെ ഹാപ്പി. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മിക്കവാറും എൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും. താങ്ക് യു ഗൈസ്. പിന്നെ 2-3 ദിവസം മുമ്പ് തന്നെ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ടൈറ്റ് ഷെഡ്യൂൾസ് ആയിരുന്നു. എന്താ പറയുക, ഫുള്ള് ലാബ് റെക്കോർഡ് ഗ്രാഫ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. മണ്ടായിരുന്നു. എന്താ ചെയ്യുക, പ്ലസ് 2 ലൈഫല്ലേ, ഇതൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ ഗൈസ്, ഇന്നലെ എനിക്ക് പേപ്പർ കിട്ടി ഫിസിക്സ്. ഏറ്റവും ലോ മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടിയെ ഞാനായിരുന്നു. എന്താ ചെയ്യുക, ഞാൻ ഫിസിക്സിൽ പൊട്ടി. ഫസ്റ്റ് ഓഫ് ഓൾ ചില സബ്ജക്റ്റിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഗൈസ്, വി വാണ്ട് ടു ഇംപ്രൂവ് ഇൻ നെക്സ്റ്റ് എക്സാം. ഇതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ്, ലാസ്റ്റ് വീഡിയോ എടുത്ത് ഏകദേശം 24-23 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് 10 മിനിറ്റിന് വീഡിയോ ആക്കി. ആ ഒരു വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് 8 മണിക്കൂർ വേണ്ടി വന്നു. അതിന് തന്നെ വീഡിയോ എഡിറ്ററിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ മറന്നു. അതൊന്നും കൂടി പഠിച്ചു. യൂട്യൂബ് ട്യൂട്ടോറിയൽസ് നോക്കി കണ്ട് മനസ്സിലാക്കി. ആ യൂട്യൂബ് റെൻഡറിങ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല സമയം എടുക്കുന്നുണ്ട്. അത് എടുക്കായിരിക്കില്ലേ. പിന്നെ നിങ്ങൾക്കും ഇങ്ങനെ വല്ല മാർക്ക് ലോ ആണെങ്കിൽ തരം കമൻറ്റ് ചെയ്യും. കുഴപ്പമില്ല, നമുക്ക് അടുത്ത എക്സാമിന് പിടിക്കാം. ഇതൊക്കെ ഉണ്ടാവില്ലോ. എക്സാം പറഞ്ഞാൽ തോൽവി ജയമൊക്കെ ഉണ്ടാവും. ഇതൊന്നും അത്ര വലിയ കാര്യമില്ല. നമ്മൾ ചെയ്ത് മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് 1 മാസം സ്കൂളിൽ പോകാൻ പറ്റില്ല കൈ കൊണ്ടിട്ട്. എക്സ്ക്യൂസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏകദേശം 4:30 ആവാൻ പോകുന്നു. ഒരു 2 മണിക്കൂറുള്ള സ്റ്റഡി വ്ളോഗാണ്. അല്ല, ഹോപ്പ് യു ഗൈസ് എൻജോയ്. സ്റ്റഡി വ്ളോഗിലേക്ക് പോകാം. ഏകദേശം ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഫിസിക്സിലെ ആദ്യത്തെ 2 ചാപ്റ്ററിൻ്റെ ഡെറിവേഷൻസ് മാത്രമേ പഠിച്ചുള്ളൂ. ഞാൻ ഏകദേശം 4:45-5 മണി സമയത്ത് പഠിക്കാമായിരുന്നു. ഇപ്പോൾ ഏകദേശം സമയം 6:45. കണ്ടില്ല ഗായ്സ്, ഇപ്പോൾ സമയം ഏകദേശം 6:45. എനിക്ക് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, വേറെ കുറച്ചും കൂടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി വ്ളോഗ് ചെയ്യുമ്പോൾ. അത് വീഡിയോ ഷൂട്ടായില്ല, എൻ്റെ സെക്കൻഡ് മിസ്റ്റേക്ക്. എനിവേ,
കുറച്ച് വീഡിയോസ് ഉണ്ടാവുള്ളൂ, എന്നാൽ മിനി വ്ളോഗില്ല, അത്രയ്ക്കെല്ലാം മതി. ഞാൻ ഫിസിക്സിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിന് ഡെറിവേഷൻസ് പഠിച്ചു, യൂട്യൂബ് നോക്കിയാലും പഠിച്ചു എക്സാമിനർ. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്താണ് അത് താഴെ കമൻറ്റ് ചെയ്യൂ. പ്രാക്ടിക്കൽസൊക്കെ ആയില്ലേ? ഇപ്പോൾ കൂടുതലും എന്താ പറയുക, പഠിക്കാനൊന്നും എക്സ്ട്രാ സമയം കിട്ടുന്നുണ്ടായില്ല അല്ലേ? ഫുള്ളും ലാബ് റെക്കോർഡ്. കുറേ പേര് ഇപ്പോഴായിരിക്കും ലാബ് ചെയ്യുക. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴാണ് കെമിസ്ട്രി ലാബിലെ കയറുന്നത് സാൾട്ട് ചെയ്യാൻ വേണ്ടി. എന്താ അവസ്ഥ നോക്കുക, അവസാനത്തെ ആഴ്ച മോഡലിൻ്റെ. അത്ര പറയാനുള്ളൂ ഗൈസ്. നിങ്ങളുടെ അവസ്ഥ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യും. പിന്നെ ലാബ് തിരക്കൊക്കെ ആയാലും നിങ്ങൾ 1 മണിക്കൂർ ഇല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും എക്സ്ട്രാ മാറ്റി വെക്കൂ പഠിക്കാൻ വേണ്ടി. പിന്നെ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ച് കൂടുതലാണ്, കുറച്ച് കുഴപ്പമില്ലാതായിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ ഫ്രണ്ട്സിനടുത്ത് മിങ്കിൾ ചെയ്യുമ്പോഴും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഈ 2 ബെനിഫിറ്റ്സ് എനിക്ക് വളരെ വലിയ മാറ്റം തന്നെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ബൈ.